ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് നമ്മളൊരു വീഡിയോ ഇടുന്നത്. സോ ആസ് സീൻ ദ പ്രീവിയസ് വീഡിയോ, നമ്മൾ പഴയത് അവിടെ നിന്ന ഒരു സ്ഥലമായിരുന്നു. ലൈക്ക് ഫോർ ഗോഡ്സ് ഗ്രേസ് നമ്മൾ വന്നപ്പോൾ നമുക്ക് തല ചായ്ക്കാൻ കിട്ടിയ സ്ഥലമായിരുന്നു അത്. അവിടെ നിന്ന് നമ്മളിപ്പോൾ ഒരു പുതിയൊരു സ്ഥലത്തോട്ട് മാറി. ആൻഡ് ഇറ്റ് ഈസ് ബെറ്റർ ദാൻ വാട്ട് വി ആക്ച്വലി പ്രേഡ് ഫോർ. ഗോഡ് ഇസ് ഗ്രേറ്റ് ഓൾവേസ്. അപ്പോൾ നമുക്കൊരു പുതിയ വീടിൻ്റെ ഹോം ടൂർ കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ നടന്നു വരുന്ന പാത്ത്. ദിസ് ഇസ് സെക്കൻഡ് ഫ്ലോർ ആൻഡ് ബിൽഡിങ്ങിന്റെ പേര് ഞാൻ റിവീൽ ചെയ്യുന്നില്ല, പിന്നെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ വന്നാലോ. സോ ദിസ് ഇസ് ദ ഡോർ നമ്പർ 24 ആണ് നമ്മുടെ. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഹൗസ്. അപ്പോൾ ദിസ് ഇസ് മൈ ഹോം സ്വീറ്റ് ഹോം. അപ്പോൾ ദിസ് ഇസ് അവർ ടൈനി ഹാൾ. ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് എങ്ങനെ പൊട്ടു? ഞാൻ ആദ്യമേ അതിൻ്റെ പൂട്ടി. അതായിരുന്നു ഹോൾ നിങ്ങളിങ്ങനെ കണ്ടത്. അപ്പൊ ഞാൻ ഓരോ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മളായിട്ട് വാങ്ങിയ സാധനങ്ങൾ ഒന്നുമില്ല, നമുക്കായിട്ട് ഇവിടെ എല്ലാം ഉണ്ടായി ഈ വീട്ടില്. അപ്പോൾ ഇത് നമ്മൾ ചെരുപ്പൊക്കെ വെക്കാനുള്ള റാക്കാണ്. ഞാൻ സൂമി കാണിച്ചു തരാം. വാ, ഇവിടെ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, ഇത്രയും വലിയ കൊട്ടാരം നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെ ഒരു ചേച്ചിയും കൂടെ താമസിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാ ചേച്ചിയുടെ ചെരുപ്പ് റാക്കാണ്. ചെരുപ്പ് കട പോലെ ഉണ്ട്, കാണുന്നുണ്ടാ? ചെരുപ്പ് കട പോലെ റാക്കാണ്. ചേച്ചി ഭയങ്കര ഒരു ഹാർഡ് വർക്കിംഗ് ആളാണ്. ഡെയിലി രാവും പകലും ജോലിക്ക് പോകും. ഇത് ഞാനും ലിജോ നമ്മുടെ കുറെ ചെരുപ്പെല്ലാം വെച്ചിട്ടുണ്ട്. ഈ ലാസ്റ്റിലത്തെ റാക്ക് കുറെ കവേഴ്സ് ഫിൽ ചെയ്തിട്ടുണ്ട്. അതായത് ഡെയിലി നമ്മളുടെ വേസ്റ്റ് ഒക്കെ കിച്ചണിൽ ഇട്ടിട്ട് കൊണ്ട് ഡെയിലി നമ്മൾ കളയണം. ആൻഡ് ദിസ് വൺ ഈസ് എ മൂവബിൾ ടേബിൾ. അപ്പൊ ഇത് മാർബിൾ ആണ്. ആൻഡ് ഇവിടെ കുറെ റാക്ക് ഉണ്ട്. ഇവിടെ നമുക്ക് കുറെ സ്പൂൺസും അതും ഇതൊക്കെ വെക്കാം. ഇതിന്റെ അടിയിൽ നമ്മൾ എഗ്ഗ് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറെ എം ടി സ്പേസ് ഇനി അവിടെ വെക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും വാങ്ങണം. പിന്നെ ഈ ടിഷ്യൂ, റൂം ഫ്രഷ്നർ, ഇതൊക്കെ ഇവര് തന്നെ ഇവിടെ വെച്ച് തന്നാണ്. പിന്നെ നമുക്ക് വാട്ടർ അവനുണ്ട്. നമ്മൾക്ക് അവിടെ നമ്മൾ കഷ്ടിച്ച് ജീവിച്ച ആൾക്കാരായ കൊണ്ട് ദൈവം നമ്മൾ അനുഗ്രഹിച്ചു. സോ അവനുണ്ട്. എന്നിട്ട് നമുക്ക് കുക്ക് ചെയ്ത് വെക്കാനുള്ള ഒരു സ്പേസ് ഞാൻ ബേസിക്കലി ഇവിടെയായിരുന്നു വെച്ചത്. പക്ഷെ ചേച്ചി പറഞ്ഞു വേണ്ട, അവിടെ വരുമ്പോൾ തന്നെ എല്ലാവരും കാണുമല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്ത് ഇവിടെ വെച്ചു. സോ ദിസ് ഇസ് അവർ ഹോൾ ആൻഡ് വി ഹാവ് എ മിറർ ഹിയർ. ഓക്കെ, ഈ മിററിൽ കണ്ണെഴുതാനും മുടി കെട്ടാനും നോക്കാനും എല്ലാം വരും. ആൻഡ് ചേച്ചി കുറച്ച് അത്തർ സ്പ്രേ ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്കും ചേച്ചി തന്നായിരുന്നു, ഒരു ബ്ലാക്ക് കൂത് തന്നു. ആൻഡ് അങ്ങനെ തന്നെ കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ അടിയിൽ നമ്മുടെ ഒരു ഡബ്ബയുണ്ട്. ആ ഡബ്ബക്കകത്ത് കുറച്ച് തീറ്റ സാധനം മീൻസ് കുറച്ച് കടലയും ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ റാക്കുകളൊക്കെ ചേച്ചിയാണ് യൂസ് ചെയ്യുന്നത്. ചേച്ചിയുടെ കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ ഇതും അതെ, ചേച്ചിയുടെ ഐറ്റംസ് ആണുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ദൈവത്തിന് ഇങ്ങനെ ഫുള്ള് ലൈറ്റ് എല്ലാം ഇട്ട് വെക്കുന്നത്. അപ്പൊ നമ്മുടെ പഴയ വീട്ടില് ഞാനും ചേച്ചിയും ഒക്കെ ഒരുമിച്ചായിരുന്നു ഒരു പാർട്ടേഷനിൽ. അതായത് നമ്മുടെ പാർട്ടേഷൻ നെക്സ്റ്റ് പാർട്ടേഷൻ അവരുടെ ആയിരുന്നു. ആ ഹോള് കഴിഞ്ഞിട്ട് കാണുന്ന നെക്സ്റ്റ് ഇത് അവരുടെ ആയിരുന്നു. അവിടെ നമുക്ക് ദൈവമല്ല ഒന്നും വെക്കാൻ സ്ഥലം ഉണ്ടായില്ല. അപ്പൊ ചേച്ചിയുടേതായ രൂപങ്ങൾ വെച്ചു. ആൻഡ് എന്റെ രൂപവും ചേച്ചി തന്നെയാണ് കൊണ്ടുവന്ന് ഒട്ടിച്ചത്. രാവിലെ എണീക്കും, എന്നിട്ട് ഇതേപോലെ അഗർബത്തിയൊക്കെ കത്തിക്കും, പൂവെല്ലാം വെക്കും, എന്നിട്ട് ആള് പോവും അതേപോലെ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഹാൾ. ഞാൻ നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മളൊരു ചെറിയ കിച്ചൺ ആണ്. നമുക്ക് അവിടെ ഞാൻ കാണിച്ചില്ലേ, കുറെ നടന്നു വേണം കിച്ചൺ എത്താൻ. ഇവിടെ വി ഹാവ് എ വെരി നൈസ് കിച്ചൺ ഫോർ അവർ സെൽഫ്. അപ്പോ വാ, ഇതാണ് കിച്ചൺ. അപ്പൊ നമുക്കൊരു ചെറിയ സിങ്കും, പിന്നെ ഇവിടെ എല്ലാം മസാല സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടോ, മസാല സാധനങ്ങളും കുറേ ഉണ്ട് ഇവിടെ. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ കുറെ മസാല സാധനങ്ങൾ ഓൾറെഡി ഉണ്ട്, അല്ലാണ്ട് നമ്മൾ വാങ്ങി വെച്ചല്ല. പിന്നെ നമ്മളുടെ കുറച്ച് സാധനം എല്ലാം കൂടെ ഇവിടെ വെച്ചു. പിന്നെ ഇവിടെ പാത്രങ്ങൾ വെക്കാനുള്ള സ്റ്റാൻഡ്. പിന്നെ ക്ലീൻ ആൻഡ് ടൈഡി ആണ്. നമുക്ക് വേസ്റ്റ് ഇടാനായിട്ട് അവര് തന്നെ വെച്ച് തന്നിട്ടുണ്ട് വേസ്റ്റ്. അത് നമ്മൾ ഡെയിലി ബേസിസിൽ വേസ്റ്റ് ഇടാം. പിന്നെ ഈ സ്റ്റൗ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, എത്ര ചെറിയ സ്റ്റൗ ആയാലും 15 മിനിറ്റിൽ കുക്കിംഗ് തീരും. ഓക്കെ, അപ്പൊ 4 സ്റ്റൗ ഉണ്ട്, പട്ടേന്ന് കുക്കിംഗ് തീരും. എക്സോസ്റ്റ് ഉണ്ട്, നമുക്ക് അതുകൊണ്ട് പുകയൊന്നും നിൽക്കൂല. പിന്നെ ചൂടുവെള്ളം വരും, തണുത്ത വെള്ളം വരും, എല്ലാം ഒരുമിച്ച്. ഓക്കെ, ഞാൻ കുറെ പാത്രങ്ങളുണ്ട്. പാത്രങ്ങളും ഇവിടെ ഇട്ടിട്ട് പോയത്, അതെനിക്ക് കൈ എത്തില്ല ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാം കൈ എത്തിക്കാനായിട്ട്. അപ്പൊ അതായിരുന്നു നമ്മുടെ കിച്ചൺ. ആൻഡ് വി ഹാവ് എ ഫ്രിഡ്ജ്. പിന്നെയും പറയുകയാണെങ്കിൽ നമ്മുടെ അല്ല,
അവര് തന്നെ തന്നതാണ് ഫ്രിഡ്ജ്. അപ്പൊ ഫ്രിഡ്ജില് പല ഐറ്റംസും അവര് വെച്ചിട്ടുണ്ടായി, പല ഐറ്റംസും നമുക്ക് ഓൾറെഡി അവർ വെച്ചിട്ടുണ്ടായി. പിന്നെ കുറെ ഐറ്റംസ് നമ്മൾ ഇന്നലെ വാങ്ങി, അതായത് ചപ്പാത്തി, പൊറോട്ട, പിന്നെ ചെറിയ കുറച്ച് പച്ചക്കറിയും സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി. പിന്നെ ഫ്രീസറിൽ നമ്മൾ കുറച്ച് ഇറച്ചിയൊക്കെ വാങ്ങി വെച്ചു. ഫ്രിഡ്ജൊക്കെ ഉള്ളതല്ലേ, നമുക്ക് നമുക്ക് കിട്ടാത്ത സാധനം കിട്ടുമ്പോ പിന്നെ ഓണമാണല്ലോ. ഓക്കെ, അപ്പൊ ഫ്രിഡ്ജ് നമുക്ക് വെച്ച് തന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചേച്ചിയുടെ റൂമാണ്. എന്റെ ലിജോയുടെ റൂമിലോട്ട് നമുക്ക് മെല്ലെ കയറാം. ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ നമുക്ക് ചേച്ചിയുടെ റൂമിലോട്ട് കയറാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പേസ് ആണ്. ആക്ച്വലി രണ്ട് റൂമും ഈക്വലി ബ്യൂട്ടിഫുൾ ആണ്. രണ്ട് റൂമിനും പറയാൻ പ്രത്യേകതകളുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി വി ഹാവ് ടു ചൂസ് ദ കുറച്ച് ബിഗർ റൂം ബിക്കോസ് വി ആർ കപ്പിൾസ്, ന്യൂലി മാരീഡ്. അതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്തതല്ല. ചേച്ചി നല്ലൊരു സ്ത്രീയാണ്. ചേച്ചി തന്നെ പറഞ്ഞു, നിങ്ങൾ ജീവിക്കും മക്കളെ, വലിയ റൂമിൽ കിടന്ന് ഓടിക്കളിക്കുന്നു. അപ്പൊ ഇതാണ് ചേച്ചിയുടെ റൂം. അപ്പൊ ചേച്ചിക്ക് ഒരു ബെഡുണ്ട്. ഈ ബെഡ് നമ്മൾ പെട്ടെന്ന് മാറ്റും. ഇതൊരു കിങ് സൈസ് ബെഡ് ആക്കിയിട്ട് നമ്മൾ പൊസിഷൻ മാറ്റുന്നതായിരിക്കും. ഈ ഒരു ബെഡുണ്ട്. പിന്നെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പാർട്ട്, ഈ രണ്ട് ചെടിയൊക്കെ അവര് ബിൽഡിംഗുകാർ വെച്ചത്. ബെഡൊക്കെ നമ്മുടെ അല്ല, എല്ലാം അവരുടെ തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ സകലതും അവരുടെയാണ്. ചെടികളുണ്ട്. പിന്നെ ഇങ്ങനത്തെ റാക്ക് കുറെ വെച്ചിട്ടുണ്ട് ഈ റൂമിൽ. റാക്ക് ഉണ്ട്, വൈഫൈ ഉണ്ട്. ഇവിടുത്തെ ആള് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്താ സാറേ കാണിച്ചു വെച്ചിട്ട്, ഇപ്പൊ എമിറേറ്റ്സ് ഐഡി ഒക്കെ ഇതാക്കി കഴിഞ്ഞിട്ട് കണക്ഷൻ ഒന്നും വർക്ക് ആവുന്നില്ല. ഇനി നമ്മൾ നമ്മുടെ പേരിലാക്കിയിട്ട് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യണം. ആൻഡ് ഇതേപോലെ ഒരു ചെറിയൊരു ടേബിൾ ഉണ്ട്. ടേബിളിന് നിറച്ച റാക്കുകളുണ്ട്, കുറെ സാധനങ്ങൾ കേട്ടാം. ദ ബെസ്റ്റ് പാർട്ട് ഇതും ഈ ഒരു കറങ്ങുന്ന ചെയറും. വെളിയിലത്തെ വ്യൂ കണ്ടോ? ഇത് നമ്മുടെ മെയിൻ റോഡാണ്. അപ്പൊ രാവിലെയൊക്കെ ഇവിടെ സൺലൈറ്റ് അടിക്കുന്നത് നേരെ ചെടികളിലോട്ടും നേരെ ഇങ്ങോട്ടാ. ബ്യൂട്ടിഫുൾ യെല്ലോ കളർ റേസ് ആയിട്ട്. ഓക്കെ, ചേച്ചി പാവം തുണിയൊക്കെ അലക്കിട്ടിരിക്കുന്നു. നമ്മളിങ്ങനെ അയ്യോ, നമ്മൾ അത് ഡിസ്റ്റർബ് ചെയ്യരുത്. അപ്പൊ ഇതാണ് ചേച്ചിയുടെ റൂം. ആൻഡ് ഷി ഹാസ് എ ലോണ്ടറി. ആൻഡ് ഇവിടെ ഒരു കബോർഡ് വരണം. ആക്ച്വലി ഒരു കബോർഡും ഒരു കിങ് സൈസ് ബെഡും കൂടി വരണം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ചേച്ചിയുടെ റൂം. ഇനി നമുക്ക് ബാത്റൂം കാണാം. എന്റെ റൂം ലാസ്റ്റ് കണ്ടാൽ മതി. അവിടുത്തെ ബാത്റൂം കണ്ടായിരുന്നല്ലോ, നല്ല തൃപ്തികരമായ ബാത്റൂം അല്ലേ. ഇതാണ് നമ്മുടെ ബാത്റൂം. പിന്നെയും പറയാണ്, ഈ ബാത്റൂമിൽ നമ്മുടെ സാധനം സോപ്പ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ഇവിടുത്തെ ആൾക്കാരുടെ. അപ്പൊ ദിസ് ഇസ് ദ ബാത്റൂം. സോ ബാത്റൂമിൽ ആക്ച്വലി ഭയങ്കര വീടിനേലും ഹോളിനേലും വലുത് ബാത്റൂമാണ്. അപ്പൊ വി ഹാവ് എ വാഷ് ബേസിൻ, വി ഹാവ് സ്പേസ്, കുളിക്കുന്ന സ്പേസ് ഉണ്ട്. ഇതെന്റെയാണ്, ഇതും എന്റെയാണ്. ഇതൊക്കെ അവര് വെച്ചതാ. ഈ ബ്രഷും ബെഷൊക്കെ എന്റെ കേട്ടോ, ബാക്കിയൊക്കെ അവര് വെച്ചതാ. ആൻഡ് കെൻ യു സീ, വി ഹാവ് എൻ എക്സോസ്റ്റ് ആൻഡ് വി ഹാവ് കുറെ ബക്കറ്റുകൾ ഉണ്ട്. വെസ്റ്റേൺ ടോയ്ലറ്റ് ഉണ്ട്. ഇത് ക്ലീനിങ് പ്രോഡക്ട്സും കുറെ സാധനങ്ങൾ, അവിടെ മുകളിലിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇവരെന്നെ വെച്ചതാ. ഓക്കെ, ആൻഡ് ഇതെല്ലാം അവരെന്നെ വെച്ചതാണ്. പിന്നെ ഇത് ഗീസർ, മുകളിലൊരു ഗീസർ ഉണ്ട്. ചൂടുവെള്ളത്തിന് ചൂടുവെള്ളം, തണുത്ത വെള്ളത്തിന് തണുത്ത വെള്ളം. ആൻഡ് ഇവിടെ മോപ്പും ക്ലീനിങ് പ്രോഡക്ട്സും, താഴോട്ടൊന്ന് കാണിച്ച്, മോപ്പ്, ക്ലീനിങ് പ്രോഡക്ട്സ് എല്ലാം അവര് തന്നെ വെച്ചിട്ടുണ്ട്. നമ്മളൊന്നും വെക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അത്രയും വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ വീട്. പഴയത് ആരാ ഉണ്ടായിട്ടുണ്ടായത്, ഒരു ബാംഗ്ലൂരിയൻ ആയിരുന്നു ഇവിടെ പഴയതെന്നാണ് ഞാൻ കേട്ടറിവുകൊണ്ട് ഇതായത്. ബട്ട് ഹാറ്റ്സ് ഓഫ് ടു ദാറ്റ് പേഴ്സൺ, ഹീസ് കെപ്റ്റ് ദ ഹൗസ് വെരി വെരി ക്ലീൻ. ആൻഡ് ഇതാണ് നമ്മുടെ റൂം. അപ്പൊ ഞാനും ലിജോയും കൂടി ഇവിടെയാണ് കിടക്കുന്ന റൂം. ഓൾമോസ്റ്റ് ഒരു 3 months കഴിഞ്ഞിട്ടാണ് നമ്മളൊന്ന് മര്യാദക്ക് കിടക്കാൻ പോകുന്നത്. ഇത്രയും ദിവസം കിടന്നില്ലേന്ന് വെച്ചാൽ കിടന്നു. ബട്ട് നിങ്ങൾ ആ റൂം കണ്ടായിരുന്നു. ആ റൂമില് ബെഡ് അല്ലായിരുന്നു, ഒരു ദിവാൻ ടൈപ്പ് ആയിരുന്നു. രണ്ടാളും ഇടി തന്നെ, അങ്ങോട്ടിടി ഇങ്ങോട്ടിടി, രാവിലെ എഴുന്നേക്കുമ്പോ ഇടി. നമുക്ക് പിന്നെ നമ്മൾ പറയില്ല, ചില വീടുകളിൽ കിടന്നാൽ ഉറക്കം ശരിയാവില്ല, ഇല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ലേസി ആയിട്ട് മാറും. ആൻഡ് നമുക്ക് ഭയങ്കര നമുക്കൊരു ഊർജ്ജോന്മേഷം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു അത്. ബട്ട് ഇപ്പോഴും ഐ എം താങ്ക്ഫുൾ ടു ഗോഡ് ദാറ്റ് വി ഗോട്ട് എ പ്ലേസ് ടു സ്ലീപ്പ്. നമ്മള് കുറെ ആൾക്കാർ ദുബൈയിൽ വരുമ്പോൾ നമുക്ക് കിടക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് വി ഹാഡ് ദാറ്റ്. ഓക്കെ, സോ ഫൈനലി വി ആർ ഹിയർ ഇൻ എ ബെറ്റർ പ്ലേസ് ടുഡേ. അപ്പൊ ദിസ് ഇസ് മൈൻ ആൻഡ് ലിജോസ് റൂം. അപ്പോ ഈ റൂമില് ഏറ്റവും ഫേവറേറ്റ് പാർട്ട് ഇസ് ദ ബെഡ്. സോ വി ഫൈനലി ഗോട്ട് ദിസ് ബെഡ്. നല്ല സ്പ്രിംഗ് മാട്രസ് ആണ്.
കഥ നല്ല സ്പ്രിംഗ് മാട്രസ് ആണ്. അപ്പൊ ഇവിടെ ഇപ്പൊ രണ്ടുപേരും തൊടാണ്ട കിടക്കുന്ന വലിയ ബെഡായ കൊണ്ട് ഒരാളവിടെ ഒരാളിവിടെ അങ്ങനെ. ആൻഡ് വി ഹാവ് എ സ്മോൾ ടേബിൾ ഇയർ. ഈ ടേബിൾ പുതിയതായിട്ട് ആക്ച്വലി ഈ ഫർണിച്ചർ ഇന്നലെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ചേച്ചിയുടെ ബെഡിന്റെ അടിയിൽ നിന്ന് ഇത് കിട്ടിയതാ. അതായത് ഇവിടെ കുറെ ഫർണിച്ചർ ഉണ്ടായി, നമുക്കിപ്പോ വെക്കാൻ സ്ഥലമില്ല. അപ്പൊ ഇത് നമ്മുടെ കുറച്ച് സാധനങ്ങൾ വെക്കാനായിട്ട്, എമർജൻസിക്കുള്ള സാധനങ്ങൾ വെക്കാനായിട്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇതേപോലെ ഒരു ഗ്ലാസിന്റെ ടീപ്പോയ് ഉണ്ട്. ആൻഡ് ഇതൊക്കെ ഷോ പീസ് അല്ല, കഴിക്കാനുള്ളതാണ്. പക്ഷെ നമ്മളിവിടെ വന്നിട്ട് കഴിച്ചിട്ടില്ല ഇതൊന്നും. ഇതൊക്കെയാണ് നമ്മളിവിടെ താഴെ വെച്ചിരിക്കുന്ന സാധനങ്ങൾ. പിന്നെ നമ്മളിവിടെ വന്നിട്ട് നമ്മൾ ഹോട്ടലിൽ പോകുമ്പോൾ മാത്രം ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിച്ചിട്ടുള്ളൂ 3 മാസമായിട്ട്. ഫൈനലി ഗോഡ് ഇസ് ബ്ലെസ്ഡ് അസ്. നമുക്ക് 3 ആക്ച്വലി 4 പേർക്ക് ഇരിക്കാം. പക്ഷെ ഈ ഒരു വീടിന്റെ ഒരു ലേ ഔട്ട്, അതായത് ഈ റൂമിന്റെ ഒരു കൺസ്ട്രക്ഷൻ അനുസരിച്ച് 3 പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നാണ് നമ്മുടെ ഫുഡെല്ലാം കഴിക്കുന്നത്. ആൻഡ് വി ഹാവ് എ പ്രിറ്റി ചെടി. അവിടെ ചേച്ചിയുടെ അടുത്തും ചെടി ഉണ്ടല്ലോ. ഓക്കെ. എന്താ ഇതൊക്കെ വെറും ഡെക്കറേഷൻ പർപ്പസിനായിട്ട് കുറച്ച് മിഠായെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം, അങ്ങനെ എന്റെ മൈക്കിന്റെ സാധനം. അപ്പോ ഇതാണ് നമ്മുടെ റൂം. ആൻഡ് ദിസ് ഇസ് അവർ അലമാരി. അപ്പൊ ചേച്ചി പറഞ്ഞു ചേച്ചിക്ക് ആക്ച്വലി അലമാരി ഇല്ല, അപ്പൊ ഇത് ഡിറ്റാച്ചബിൾ ആയിരുന്നെങ്കിൽ ഊരി കൊടുത്താനെ. ബട്ട് ദെൻ അൺഫോർച്ചുനേറ്റ്ലി ദിസ് ഇസ് നോട്ട് ഡിറ്റാച്ചബിൾ. യു ക്യാൻ സി. ഇതാണ് ലിജോ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. ലിജോ എല്ലാം ഇങ്ങനെ നല്ല വൃത്തിയുള്ള കുട്ടിയാണ് ലിജോ. പിന്നെ ഇവിടെ എന്റെ വെക്കാൻ പറ്റും, പിന്നെ എനിക്ക് എടുക്കാൻ പറ്റാ. രാവിലെ ലിജോനെ വിളിക്കേണ്ടി വരും, കൈ എത്താത്തതുകൊണ്ട്. കൈ എത്തൂല, അങ്ങോട്ട് കണ്ണും കാണത്തില്ല. അപ്പൊ ഇതാണ് ലിജോന്റെ അലമാരി. ആൻഡ് ദിസ് ഈസ് മൈൻ. ഞാൻ പിന്നെ പാവം കുട്ടിയാ, എനിക്ക് അങ്ങനെ തൂക്കിയിടാനൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചു. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ അലമാരി. ആൻഡ് നമ്മൾ കൊണ്ടുവന്ന സൂട്ട് കേസ് എല്ലാം മേളി കയറ്റി വെച്ചു. കാരണം ഇവിടെ താഴെയൊക്കെ ഇട്ട മെനകേടാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ വി ഹാവ് എ സ്മോൾ കൗണ്ടർ ഹിയർ. ഓക്കെ. അവിടെ ഞാൻ എന്റെ ബാഗ് വെച്ചിട്ടുണ്ട്. ആൻഡ് താഴെ കുറച്ച് ലൊട്ട്, നമ്മുടെ ഇങ്ങനത്തെ ബാക്ക് പാക്ക് പോലത്തെ ബാഗൊക്കെ താഴെ അവിടെ ഈ ഗ്ലാസ് ചില്ലില് ഇങ്ങനെ നമുക്ക് തുറന്നിട്ട് ബേസിക്കലി നമുക്ക് സാധനങ്ങൾ വെക്കാം. ഡെക്കറേഷൻ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ നമുക്ക് വി ക്യാൻ കീപ്പ്. ഇവിടെ ബേസിക്കലി വെക്കാൻ സ്ഥലമുണ്ട്, വെക്കാൻ സാധനമില്ല നമുക്ക്. ഓക്കെ. ആൻഡ് ഇത് റാക്കുകൾ. ഈ വീട്ടിൽ ഫുൾ റാക്കാണ് ഇതേപോലെ. അപ്പൊ ഇതിൽ പിന്നെ എനിക്ക് തോന്നുന്നു കുറെ അൺവാണ്ടഡ് തിങ്സ് ഇവിടെ ഓൾറെഡി വിട്ടതുണ്ടായി, അതെല്ലാം ഉണ്ടായി. പിന്നെ ദിസ് ഇസ് നമ്മുടെ രാവിലത്തെ തിങ്, ദ മെയിൻ തിങ്. അപ്പൊ രാത്രി കിടക്കുമ്പോ വി പുട്ട് ദിസ് ബ്രൗൺ സോ ദാറ്റ് ഇറ്റ് ഗെറ്റ്സ് ഡാർക്ക്. ബ്രൗൺ ഇട്ടില്ലെങ്കിൽ നല്ല വെളിച്ചം അറിയും. ആൻഡ് പകലും നമ്മൾ സിനിമ എല്ലാം കാണുകയാണെങ്കിൽ ബ്രൗണേ ഇടാവൂ. വൈറ്റ് ഇട്ടാ നല്ല വെയിലായിരിക്കും. ആൻഡ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതൊക്കെ തുറന്ന് സൺലൈറ്റ് എല്ലാം വരുമ്പോൾ ഈ വീട്ടിൽ വന്നിട്ട് നല്ല ഊർജവും ഉന്മേഷം എല്ലാം കൂടെ ഉണ്ട്. സോ ദിസ് ഈസ് അവർ ടൈനി ലിറ്റിൽ ഹോം. ടൈനി അല്ല, ഗോഡ് ഹസ് ബ്ലെസ്ഡ് us വിത്ത് എ വെരി 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 ഗുഡ് പ്ലേസ് ആഫ്റ്റർ എ വെരി ലോങ് ടൈം. ആൻഡ് എന്താ പറയുന്നേ, നമ്മൾ പറയില്ല എപ്പോഴും ആഫ്റ്റർ എ സഫറിങ് ദർ ഇസ് സംതിങ് ഗുഡ്. പക്ഷെ നമുക്കിപ്പോ എല്ലാം ഗുഡ് നടന്നിട്ടില്ല. ബട്ട് ഐ നോ എവറിത്തിങ് എന്താ ആകുന്നത് എല്ലാം നല്ലതിന് വേണ്ടിയാ. നമ്മൾ അവിടെ കുറെ കഷ്ടപ്പെട്ടു. അവിടെ നമ്മള് ഒരു എന്താ പറയാ, ബാത്റൂം ഒക്കെ ആയാലും വി യൂസ് എ ബാത്റൂം വിച്ച് 30-40 പീപ്പിൾ യൂസ്. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് വി സ്റ്റേഡ്. ഞാൻ നിന്നു, ലിജോ നിന്നു. പക്ഷെ നമ്മള് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച വീടും അല്ല ഇത്. നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ റോട്ടി നടക്കുമ്പോൾ ഒരു ചെക്കനെ കാണും, അവനോട് ഇങ്ങനെ ചോദിച്ചു, വെറുതെ ഇങ്ങനെ വീടുണ്ടോ എനിക്കും ചേച്ചിക്കും എന്നൊക്കെ ചോദിച്ചു. ചേച്ചിനെ വിട്ടുകൊടുക്കാൻ നമുക്ക് താല്പര്യം ഇല്ലാത്തത് നമ്മുടെ ഒരു സ്വന്തം ആളെ പോലെയാണ് ചേച്ചി. ഫ്രം 3 months ഷീ ഹെൽപ്സ് us in everything. അപ്പൊ അങ്ങനെ ഇങ്ങനെ നടന്നു പോയപ്പോ ഒരു ചെക്കനെ കിട്ടി. അവൻ കൊണ്ടുവന്ന് കാണിച്ച വീടാണിത്. ബഡ്ജറ്റ് വൈസ് ഓക്കെ ആണ്. ബട്ട് ഈ ബഡ്ജറ്റിൽ നിന്ന് നമുക്ക് എല്ലാം ഉണ്ട്, സർവത്ര സാധനങ്ങളുണ്ട് ഈ വീട്ടില്. ആൻഡ് എവറിത്തിങ് ഇസ് ഗോഡ്സ് ബ്ലെസ്സിങ്. പക്ഷെ ഈ വീട്ടിൽ വന്നു, നമ്മൾ റെന്റ് കൊടുത്തു. അതിനുശേഷം ചില്ലറ ഇതൊക്കെ ഉണ്ടായി, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ബട്ട് വി നോ വി വിൽ ഗോ ത്രൂ ഇറ്റ്. വി വിൽ കം, ഇനിയും സ്ട്രോങ് ആയിട്ട് വരും. അപ്പൊ ദിസ് ഇസ് എ ടൈനി ലിറ്റിൽ സ്റ്റോറി വിച്ച് സേസ് നമ്മൾ കഷ്ടപ്പെട്ടാൽ ഒരു ദിവസം, നമ്മൾ പേഷ്യൻസ് ആയിട്ട് നിന്നാൽ ഒരു ദിവസം ദൈവമായിട്ട് കൊണ്ടുവന്ന് നമ്മളൊരു നല്ലൊരു സ്ഥലത്ത് ഇറക്കും. അത് ജോലി, ഇൻ ടേംസ് ഓഫ് ജോലി ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് വീടായിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, ആർക്കും ദ്രോഹം ചെയ്യാണ്ട് നമ്മൾ നന്നായിട്ട് നിൽക്കുക. ആൻഡ്
കീപ് പ്രേയിങ്. അതും പറഞ്ഞ് 24 hours പ്രാർത്ഥന അല്ല, പ്രാർത്ഥനയും ചെയ്യാ, നമ്മളും ഹാർഡ് വർക്ക് ചെയ്യാം. 50-50, താൻ പാതി ദൈവം പാതി. സോ കീപ് ദിസ് ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്, കമന്റ്. നിങ്ങൾക്ക് ഇവിടെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഈ വീഡിയോയുടെ അടിയിൽ ഒരു കമന്റ് ഇടുക. ആൻഡ് വാട്ട് മോർ, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം. മരിയ സ്റ്റീന എന്നാണ് ഇൻസ്റ്റാഗ്രാമിന്റെ പേരും. അവിടെ DM-ലൊന്നും ആദ്യം എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല, ബട്ട് അവിടെ ഷോർട്സ് ഇടും ഞാൻ കണ്ടിന്യൂസ്ലി. സോ കീപ് മീ ഫോളോഡ് there and keep me subscribed here. Until the next video, bye and thank you.